ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കാഴ്ചകളും നിറഞ്ഞ ജടായുപ്പാറ. അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണിക്കും. അപ്പം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ തോന്നും. ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു കടയുണ്ട് ജടായുപ്പാറയ്ക്ക് തൊട്ടടുത്ത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു. നമ്മുടെ സ്വന്തം ആകാശ് ഹോട്ടൽ. ആശ ചേച്ചിയും അമ്മയും ഭർത്താവും അതുപോലെ തന്നെ നാത്തൂനും തുടങ്ങി കുടുംബക്കാർ നടത്തുന്ന ചെറിയൊരു ഹോട്ടൽ. പക്ഷേ വിഭവങ്ങൾ നിരവധി കേട്ടോ. അതായത് ഉച്ചയൂണും പഴങ്കഞ്ഞിയാണ് എങ്കിൽ പോലും കുറേ സൈഡ് ഐറ്റംസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗംഭീര ഭക്ഷണമാണ്, ഗംഭീര തിരക്കുമാണ്. അതായത് ഈ ഭാഗത്ത് കൊല്ലത്ത് പാരിപ്പള്ളി ജടായുപ്പാറ ഭാഗത്ത് വരുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്രധാനപ്പെട്ട സ്പോട്ടാണ്. നമ്മുടെ ഫ്രണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നല്ല കടയുണ്ട്, നല്ല ഉച്ചയൂണും പഴങ്കഞ്ഞിയും കിട്ടുന്നത്. കമോൺ. എന്നാ ഉണ്ട്? സുഖം തന്നെ? സുഖം തന്നെ. ഭക്ഷണം കഴിച്ചാ? കഴിച്ചില്ല, 3 മണിയൊക്കെ ആവും കഴിക്കും. എന്താ കഴിക്കുക? പഴങ്കഞ്ഞി അല്ലെങ്കിൽ ചോറോ? അല്ല, 3 മണിയൊക്കെ ആകുമ്പോൾ 12 മണിയായിട്ടാണ് ഒരു കാപ്പി കുടിക്കുന്നത്. ഞാൻ പഴങ്കഞ്ഞി കുടിക്കില്ല. ഇല്ല, പിന്നെ കഴിഞ്ഞ ചോറ്. പിന്നെ 3 മണിയൊക്കെ ആകുമ്പോൾ ചോറ്. ഇത് പേരെന്താ പറഞ്ഞേ? എന്റെ പേര് ഓമന. അമ്മ ഇവിടെ വന്നിട്ട് തുടങ്ങിയ? അല്ലെങ്കിൽ അല്ല, എന്റെ സ്ഥലമാണ്, ഞാൻ തന്നെ, എന്റെ വസ്തുവാണ്, എന്റെ കടയാണ്, വീട് ഇതെല്ലാം. അത് അമ്മയും അച്ഛനും കൂടി തുടങ്ങി പണ്ട് തുടക്കത്തില്. ഞാൻ കഴിക്കും, വിശക്കുന്നു. ഓട്ടെ, കഴിച്ചിട്ട് വരാം. മോർണിംഗ് സ്റ്റാർട്ടിങ് എത്ര മണിക്ക്? രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് പഴങ്കഞ്ഞി റെഡിയോ? വേറല്ല ദോശ ഐറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഒറ്റ ഐറ്റം ഇല്ല, പഴങ്കഞ്ഞി ഊണും മാത്രം. കഴിഞ്ഞ അടച്ച് കട അടച്ച്. പിന്നെ 2:30-3 തീരും എല്ലാം? 2:30 ആകുമ്പോൾ മിക്കവാറും ഒക്കെ തീരും. പിന്നെ 3 മണി വരെ ചില ദിവസങ്ങളിലേ കാണുള്ളൂ. പഴങ്കഞ്ഞി എന്തൊക്കെ ഐറ്റം? ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പൊരിച്ചമീന്, ഉണ്ടമുളക്, സവാള, അച്ചാറ്. 70 രൂപയാണ് പഴങ്കഞ്ഞി. 60 ആയിരുന്നു. പിന്നെ ഈ തേങ്ങയുടെ അതിന്റെ സാധനത്തിന്റെ എല്ലാം വില കൂടിയപ്പോഴത്തേക്ക് നമ്മളത് വില കൂട്ടി. നമുക്കിപ്പോ വെളിയിൽ നിന്ന് ആരുമില്ല, എല്ലാം നമ്മളെ കുടുംബത്തിലുള്ളവരെയല്ല. അമ്മയും മക്കളും മരുമക്കളും നാത്തൂനും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെളിയിൽ നിന്ന് ആരും ഇല്ല, നമ്മള് സ്വന്തം മാത്രം. അത് ചൂര വറുത്തത്. ചിക്കൻ ഫ്രൈ ആണെങ്കിൽ നമ്മൾ ഈ വിലക്ക് തന്നെ കൊടുക്കും. ആവശ്യക്കാർക്ക് മീൻ വേണമെങ്കിൽ മീൻ കൊടുക്കും, ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ. മീനടക്കം. ചിക്കൻ ഫ്രൈ ആയാലും ഒരു പീസ് 100 രൂപ. ഊണും ചിക്കൻ ഫ്രൈയും കൂടെ 100 രൂപ. 100 രൂപ. എല്ലാം ഒരേ ചാർജ്. മീൻകറി ഉണ്ട് പഴങ്കഞ്ഞീരെ കൂടെ ഊണിന്റെ കൂടെ ഫ്രീ ആണ്. ലൊക്കേഷൻ പറയുമ്പോൾ ചടയമംഗലത്ത് വരുവാണെങ്കിൽ ചടയമംഗലത്ത് നിന്ന് പോരേടം പള്ളിക്ക് പോകുന്ന റൂട്ട്. അപ്പൊ ഈ റോഡ് നേരെ അങ്ങോട്ട് പോണേ? പാരിപ്പള്ളി പോവും, കൊല്ലം പോവാം, പാരിപ്പള്ളി പോവാം, ആറ്റിങ്ങ പോവാം, കല്ലമ്പലം പോവാം. അപ്പൊ ചടയമംഗലത്ത് വരുവാണെങ്കിൽ 3 കിലോമീറ്റർ. എത്രയാ? 3 കിലോമീറ്റർ. നമ്മളിപ്പോ തുടങ്ങിയിട്ട് എത്ര വർഷമായില്ല? നമ്മള് പഴങ്കഞ്ഞി തുടങ്ങിയിട്ട് ഒരു 15-20 വർഷങ്ങൾ ആയത്. ഊണൊക്കെ അതിന് ഒരു 30 വർഷത്തോളമായി. അമ്മയും അമ്മയുടെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് വന്നുള്ളത്. ഇതിലായിട്ട് പഴങ്കഞ്ഞി കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. ഇത് എന്റെ നാത്തൂന്, എന്റെ ഭർത്താവിന്റെ പെങ്ങള്. അത് എന്റെ അമ്മ, ഞങ്ങളുടെ അമ്മ. പിന്നെ അമ്മയുടെ നാത്തൂനാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത്. പൈസ ഒന്നും പുറത്തൂല. പൈസ എല്ലാം അകത്തുള്ള പരിപാടി തന്നെ. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള. രാവിലെ എല്ലാ അരി കടയിൽ പോകുന്നു, വാങ്ങിച്ചോണ്ട് വരുന്നു, അരിയുന്നു, വറക്കുന്നു, വെക്കുന്നു. അപ്പോഴെന്നെ തീരുന്നു. ഇങ്ങനെയാണ് 100 രൂപ അല്ലേ? ഇതെല്ലാം കൂടെ 100 രൂപ. എന്താ മീൻ കറി? എന്താ മീൻ കറി? ചൂരക്കറി. ചിക്കൻ ഫ്രൈ വേണോ? ഒന്ന് മതിയാ? മീൻകറി കിടൂ. അതായത് വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ വീട്ടിലെ ഊണ് കേട്ടോ. ഗംഭീര ഊണ്. നമ്മളെ ചൂടുകാലത്തെ ഒന്ന് കൂളാക്കാൻ ഏറ്റവും നല്ലത് പഴങ്കഞ്ഞി. നല്ല മുളകെടുത്ത് ഉടച്ച് 2 ലാമ്പങ്ങ് ലാമ്പി ഏറ്റവും അരി.
വന്നു കഴിഞ്ഞാൽ ജായിപ്പറയും കണ്ട് നേരെ താഴത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവാം. തൽക്കാലം ഞാൻ കഴിച്ചിട്ട് വല്ല വിട്ടേക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും പാക്കലാം. പോകട്ടെ. ബൈ.